വിധി വായിച്ചു നോക്കുമ്പോൾ ജിമ്മി അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ റേപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതുവരെയും പ്രോസിക്യൂഷന് വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു പരാമർശം വിധിയിലുണ്ട്. അതായത് ഈ സമയം വരെയും വേണ്ടത്ര മെറ്റീരിയലുകൾ റേപ്പ് അഗെയിൻസ്റ്റ് കൺസെന്റ് എന്ന് പറയുന്നതായിട്ട് കൊടുത്തിട്ടില്ല. എന്നാൽ അതേസമയം ഈ നിർബന്ധിത ഗർഭഛിദ്രത്തിന് തെളിവുകൾ ഉണ്ട് താനും. അതുകൊണ്ട് അത് തന്നെയാണ് കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ, ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ലഭിക്കുക, മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, രണ്ടാമത് കൊടുത്ത FIR ഈ കേസിൽ ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ഇൻ ദീസ് കേസസ് മാറ്റർ ഓഫ് ആന്റിസിഡന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനി അടുത്ത ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴേക്ക് അത് ഒരു ആന്റിസിഡന്റ് ആവും. കാരണം അപ്പോഴേക്ക് ഈ പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ, ഇപ്പോൾ രേഖപ്പെടുത്താത്തിടത്തോളം രണ്ടാമത്തെ FIR ഈ കേസിൽ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഒരു അലജ്ഡ് റേപ്പിസ്റ്റിന് കൊടുക്കാവുന്ന പരമാവധി കൺസിഡറേഷൻ കൊടുത്ത ഒരു കോടതി നടപടിയാണ് നടന്നതെന്ന് പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ കാര്യങ്ങളെല്ലാം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട്, ഒന്ന് പ്രധാനപ്പെട്ട കാര്യമായി കോടതി പറയുന്നത് റേപ്പ് എന്ന് പറയുന്ന അലിഗേഷൻ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന്. രണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത് ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നതിൻ്റെ സ്ഥലമില്ല, പരാതിക്കാരിയുടെ പേരില്ല, എവിടെ വെച്ചാണ് ഈ സംഭവങ്ങൾ തുടങ്ങിയതെന്ന് പറയുന്നില്ല. ഇതൊന്നുമില്ലാത്തത് കൊണ്ട് അതും ഈ കേസിലെ പ്രതി എന്ന് പറയുന്നയാൾ മുൻപ് കുറ്റം ചെയ്ത ഒരു ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന് പറയാനും യാതൊരു തരത്തിലും ഞങ്ങൾ തുനിയുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കോടതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ വേണമെന്നോ വേണ്ട കാര്യമാണ്. കസ്റ്റഡിയിൽ ഇല്ലാതെ തന്നെ MLA ആണ്, ഇയാൾ അങ്ങോട്ട് ഓടിപ്പോകാൻ പോകുന്നില്ല, എപ്പോൾ വേണമെങ്കിലും ഹാജരാകാം. അതൊന്നുമല്ല കാരണം. ഈ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം, ശിക്ഷിക്കപ്പെട്ടാൽ കിട്ടാവുന്നത് വളരെ ഗുരുതരമായ ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായ കുറ്റം ചെയ്ത ഒരാൾക്ക് കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ വേണ്ടെങ്കിലും അയാൾ ജാമ്യം നിഷേധിക്കപ്പെടാനുള്ള എല്ലാ ഗ്രൗണ്ടുമുണ്ട്. ഒന്ന്. രണ്ട്, മനഃപൂർവ്വം ഗർഭഛിദ്രം നടത്തിച്ചു എന്നത് പൂർണ്ണമായും തെറ്റാണെന്നും, ഗുളികയല്ലേ, സ്ത്രീയുടെ കൈയല്ലേ, സ്ത്രീയുടെ ശരീരമല്ലേ, സ്ത്രീ തന്നെ ഗുളിക കഴിച്ചു, വെള്ളം കുടിച്ചു എന്ന് അവർ തന്നെ പറയുന്നില്ല എന്നതിനെ ഖണ്ഡിച്ചുകൊണ്ട് കോടതി പറയുന്നു, എങ്ങനെയാണ് കൺസെന്റ് കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മനഃപൂർവ്വമായ ഭീഷണിയോ മറ്റെന്തെങ്കിലും പ്രലോഭനമോ കൊണ്ട് ഒരു സ്ത്രീയിൽ നിന്ന് അവരുടെ അനുവാദം വാങ്ങിച്ചെങ്കിൽ അത് അനുവാദമായി കണക്കാക്കാനാവില്ല. എന്ന് വെച്ചാൽ റേപ്പ് എന്നത് തെളിയിക്കാനായിട്ടില്ലെങ്കിൽ പോലും, തൽക്കാലം തെളിയിക്കാനായിട്ടില്ലെങ്കിൽ പോലും, മനഃപൂർവ്വമായ ഗർഭഛിദ്രം എന്നുള്ളതിന് വ്യക്തമായ ഗ്രൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസിൽ കോടതി കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഒരു കാര്യം കൂടി കോടതി എടുത്തു പറയുന്നുണ്ട്. ഈ റേപ്പ് നടന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള അടക്കമുള്ള മുഴുവൻ തെളിവുകളുടെയും കേന്ദ്രം നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഫോണാണ്. ഒരുപാട് പേരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു ഫോണാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കയ്യിലിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രം കിട്ടിയാൽ പോരാ, ഞാൻ ഈ രാത്രിയിൽ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഫോണും നിർബന്ധമായും പോലീസിന്റെ കയ്യിൽ കിട്ടണം. ഒരുപാട് സന്ദേശങ്ങൾ, ഒരുപാട് കാലത്തെ ആശയവിനിമയങ്ങൾ, ഒരുപാട് കാലത്തെ iCloudലെ സ്റ്റോറേജ്, ഇതെല്ലാം കോടതിക്കും പോലീസിനുമൊക്കെ വളരെ നിർണായകമായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം പോലീസ് കാത്തിരിക്കുന്നത്, SIT കാത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോണിലാണ്.